ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വല്യപ്പച്ചൻ മധ്യസ്ഥത നിന്നിട്ട് സ്റ്റാൻലിയെയും അലീനയെയും ഇണക്കാൻ നോക്കുന്നുണ്ട്. പുനലൂരും അഞ്ചലുമൊക്കെ ബഹളമായി. അലീനയുടെ വരവ് അവിടെ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും സുനാമിയും ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് വല്യപ്പച്ചൻ. വല്യപ്പച്ചൻ അലീനയോട് അവളുടെ അമ്മ എങ്ങനെയാണ്, അലീനയോട് സ്നേഹത്തോടെ പെരുമാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നെങ്കിലും എൻ്റെ അമ്മ എന്നെ കാണാൻ വരില്ലേ, സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാൽ മതിയായിരുന്നു, അതൊന്നും എനിക്ക് കിട്ടാൻ ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് അലീന കരയുമ്പോൾ വല്യപ്പച്ചനും സങ്കടമാകുന്നുണ്ട്. പിന്നീട് ആൽബിയും റോബിയും സ്റ്റാൻലിയെ വിളിച്ച് അലീനയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നാട്ടുകാർ അറിഞ്ഞാൽ മോശമല്ലേ, ഒരു അവിഹിത സന്തതി ഉണ്ട് എന്നറിഞ്ഞാൽ അത് തറവാടിനു തന്നെ ചീത്തപ്പേരല്ലേ, അതിനാൽ ഓർഫനേജിൽ തന്നെ തിരിച്ചയക്കാൻ പറയുന്നുണ്ട് അവർ. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നത്, ഞാൻ ഇനി ഒരിടത്തേക്കും അവളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു അവിഹിത സന്തതി എന്ന പേരും ചുമന്ന് ഞാനും അവളും ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് സ്റ്റാൻലിയും ഉറപ്പിച്ചു പറയുന്നു. അതേസമയം അലീനയുടെ ഉപവാസവും നിരാഹാരവും ഒക്കെ സ്റ്റാൻലിക്ക് പിടിക്കുന്നില്ല. ദേഷ്യത്തോടെ അലീനയുടെ അടുത്തു നിന്നും പോകുമ്പോൾ അലീനയ്ക്ക് സങ്കടമാകുന്നുണ്ട്. വല്യപ്പച്ചനോട് പറയുന്നത്, പപ്പ എന്നെ മോളെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ തന്നാൽ മതി, തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വല്യപ്പച്ച എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. പിന്നീടുള്ള എപ്പിസോഡുകളിൽ സ്റ്റാൻലിയും അലീനയും കൂട്ടാകുന്നതും അലീനയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും ഒക്കെ നമുക്ക് വൈകാതെ തന്നെ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.